ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, നല്ല വീടുണ്ട്, നല്ല കാറുകളുണ്ട്, എല്ലാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വലിയ ഭക്തിയൊന്നുമില്ല, പക്ഷെ ചർച്ചിലൊക്കെ വരും. അങ്ങനെയാ. There are some people because they have good education, good job, houses, cars, and they are okay people. They come to church, but they don't really have what it takes. എന്റെ പ്രിയ കുടുംബമേ, നിങ്ങളുടെ മേൽ ഫേവർ ഇറങ്ങി വരേണ്ടുന്ന സാഹചര്യങ്ങൾ വരും. You know, I tell you, people of God, time will come when you truly need the favor of God upon you. ഒരിക്കൽ ഫേവറിൽ നിന്നവർ ഇപ്പോൾ അവർക്ക് ഹീനത വരുത്തി എന്ന് വായിക്കുന്നത്. It says once those who lived in favor, now you don't live there. Your life is not experiencing it. ആമേൻ. ഇപ്പോ ഹീനത വന്നതല്ല, വരുത്തിയതാണ്. He said this weakness has come upon you. You brought it upon you. അവിടെ ഹീനത എന്നുള്ള വാക്കിന് മലയാളത്തിലാണ് അപ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ ട്രാൻസ്ലേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള വേർഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഡിസ്ഗ്രേസ്ഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഹീനത, ഡിസ്ഗ്രേസ്ഡ്. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ ആ ഒരു കൃപയ്ക്കകത്ത് നിന്ന് ദൈവം അവരെ അങ്ങ് തള്ളിക്കളഞ്ഞു. God has pushed you away from the grace. You became disgraced. അത് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ലേ. Do not cast me away from your presence. ആ തള്ളിക്കളയരുത് എന്നുള്ളതിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷാലക് എന്ന പദമാണ്. The word shalak is used there for casting away. അതിനർത്ഥം എന്താണെന്നറിയോ? എറിഞ്ഞു കളയരുത് എന്നാ. It means do not cast me aside. നൈൽ നദിയിലേക്ക് ശിശുക്കളെ എറിഞ്ഞതുപോലെ You know, the children were cast into the നിന്റെ river Nile. സാന്നിധ്യത്തിൽ നിന്ന് എന്നെ എറിയരുത്. Don't throw me from your presence. നീ ദാവീദായാലും, നീ ഗോലിയാത്തിനെ കൊന്നവനായാലും, നീ സിംഹത്തെ കീറിയവനായാലും, സാന്നിധ്യത്തിന്റെ സ്റ്റാൻഡേർഡിനകത്ത് നീ നിന്നില്ലെങ്കിൽ നീ ആരായാലും നിന്നെ ദൈവം എറിഞ്ഞു It കളയും. doesn't matter who you are, whether you are David, whether you slain the Goliath or you did mighty things. If you don't stay in the favor of God, God will cast you away. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്നെ എറിയരുത്. And that's what he said, do not cast me from your നീ presence. എന്ത് ചെയ്താലും നിന്റെ മേൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നല്ല, അവൻ ഡിവൈൻ പ്രസൻസ്. You know, the presence of God and the favor of God will not rest upon you regardless of what all things you do. ഇവിടെ ബെസ്റ്റ് സൗണ്ട് സിസ്റ്റം ആണുള്ളത്. We have a best sound system in the church. RCFന്റെ ടോപ്പ് സ്പീക്കേഴ്സ്. We have good speakers here. ആമേൻ. ഡിജിറ്റൽ മിക്സർ. We have good mixer, digital നല്ല mixers, മ്യൂസിഷ്യൻസ്, musicians, നല്ല സിംഗേഴ്സ്. good singers. ഇതൊക്കെ കേൾക്കുമ്പോൾ കൈ ഉയർത്താനൊക്കെ നമുക്ക് തോന്നും. We feel like lifting up our hands. അതുകൊണ്ട് ഒരാൾ പ്രസൻസിലാണെന്ന് പറയാൻ പറ്റത്തില്ല. And just because you lift up your hands, you can't say you're in the പാട്ടിനോട് presence of God. പ്രതികരിക്കുന്നത് പ്രസൻസിൽ നിൽക്കുന്നത് രണ്ട് കാര്യമാണ്. You know, responding to singing and remaining in the presence of God are two different things. പാപം ചെയ്യുന്നവൻ അവൻ കൈ ഉയർത്തി എന്ന് വരാം, അത് പ്രസൻസിലല്ല, അത് ഇമോഷൻസിലാണ്. A sinning person might lift their hands. It's not because they remain in the presence of God. It's because they're responding to the emotion. പ്രസൻസിന്റെ സ്റ്റാൻഡേർഡിനകത്ത് നിന്നില്ലെങ്കിൽ നീ ആരായാലും അവൻ കർത്താവ് നിന്റെ പ്രസൻസിനകത്ത് എറിഞ്ഞു കളയും. If you don't remain in the standard of the presence of God, God will cast you away. ഇത് തിരിച്ചറിയണം. You must recognize it. പ്രോബ്ലം വരുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല, നിങ്ങളുടെ തലമുറയ്ക്കും കൂടെ ആയിരിക്കും. The problem will not happen to you, but your children also, your generation will suffer. ഒരിക്കൽ ഫേവറിൽ തൃപ്തരായിരുന്നു. Once they were satisfied with the favor of God. പിന്നത്തേതിൽ അവർക്ക് അപജയങ്ങൾ സംഭവിച്ചപ്പോൾ ആമേൻ ദൈവം അവർക്ക് ഹീനത വരുത്തി. Now when they had failures in their life, God disgraced them. ആമേൻ. ഏറ്റവും ഒടുവിൽ അവർ മരണത്തിന്റെ നിഴലിനകത്തോട്ട് പോയി. Finally they come to the shadow of death. നിങ്ങളുടെ തലമുറ മരണത്തിന്റെ നിഴലിൽ കയറുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? Would you like to see your children going into the shadow of death? ചിലർക്ക് ഹിസ്കിയാവിന്റെ തോട്ട. Some people are like they think like Hezekiah. ഹിസ്കിയാവ് പറയുന്നത് എന്റെ കാലത്ത് അത് സംഭവിക്കുകയല്ലോ. He said, as long as it doesn't happen in my lifetime. എന്റെ കൊച്ച് പ്രശ്നത്തിനകത്ത് പോകുന്ന എന്റെ ജീവകാലത്തല്ലല്ലോ, പിന്നെ എനിക്കെന്നാ? You know, my child is not getting into trouble in my lifetime, so why should I worry? എനിക്കത് കാണണ്ടല്ലോ. I don't have to see it. അങ്ങനെ ചിന്തിക്കുന്ന ഒരു അപ്പനും അമ്മയുണ്ടെങ്കിൽ സോറി, നിങ്ങൾ ഈ വചനത്തോട് പ്രതികരിക്കണ്ട. And if you are a father and mother like that, don't respond to the word of God today. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ മരിച്ച് അവിടെ ചെല്ലുമ്പോ ഇവിടുത്തെ ഡോളറും ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സും സൂട്ടും വീടും ഒന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ. When you die, you won't take any of these things, your dollars, a house with you. നമ്മൾ പെട്ടിക്കകത്ത് കിടക്കുമ്പോ സൂട്ടൊക്കെ ഇട്ടായിരിക്കും കിടക്കുന്നത്. You may be in the coffin with suit on.
പക്ഷെ നിങ്ങൾ ഫ്യൂണറൽ ഹോമിൽ ഡ്രസ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ. You should go inside and see when they dress you up in the funeral home. 5 ദിവസം മോർച്ചറിയിൽ ഇരുന്നിട്ട് വടി പോലെ ഇരിക്കുന്ന ശരീരത്തിൽ ഈ സൂട്ടൊന്നും കയറത്തില്ല. You know, you are sitting in a mortuary, your body is so stiff and the suit won't get in. അവരെന്ത് ചെയ്യുന്നറിയാമോ? സൂട്ടിന്റെ ബായ്ക്ക് അടി തൊട്ട് മുകൾ വരെ അങ്ങ് വെട്ടിവിടും. They will cut the back of your suit. ആമേ പുറത്തു നോക്കുമ്പോ സൂട്ടുണ്ട്, ടൈ ഉണ്ട്, ആമേ നന്നായി ഇരിക്കുക, പക്ഷെ വെട്ടിവിട്ടേക്ക് അടിയില്. You know, the front looks fine but the back side is just open. ഒരു ഡ്രസ് പോലും നന്നായിട്ട് തന്നു വിടത്തില്ല കേട്ടോ. They won't even give you a proper dressing when you die. അവിടെ കൊണ്ടൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ടെങ്കിൽ അത് ജനറേഷനാ. There is one thing you can present, there is a generation. അതുകൊണ്ട് എന്റെ കാലത്ത് സംഭവിക്കത്തില്ലല്ലോ എന്ന് പറയരുത്. ഇത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. Do not say this will not happen in my lifetime. Take it as your need. This is something that you ഞാൻ നിങ്ങളോട് need. പറയാം, പ്രോബ്ലത്തിനകത്ത് ചെന്നിട്ട് പിന്നെ പരിഹരിക്കാൻ നോക്കരുത്. Once you land in a problem, don't try to find solution. 90 സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്. Psalms 90, it speaks about it. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി. Our lives have been spent in your wrath, Lord. എപ്പോഴാണെന്നറിയാമോ? When? ചേട്ടൻ മരിച്ച് വീട്ടിൽ പെട്ടിക്കകത്ത് കിടക്കുമ്പോ. It's when you are dead and your body is in the coffin box. ബോഡിയുടെ മുന്നിൽ നിന്നിട്ട് You look in front of you stand in front of the coffin. പറയുക, ഞങ്ങളുടെ നാളുകളൊക്കെ ക്രോധത്തിൽ കഴിഞ്ഞു പോയി. Looking at the person and say, our lives are spent in the wrath. ബോഡിയുടെ മുന്നിൽ നിന്നിട്ടല്ല ദൈവമേ എന്ന് വിളിക്കേണ്ടത്. That's not the time to call God. അവിടെ എത്തുന്നതിന് മുൻപ്, Before you reach that point. Jesus. ജേക്കബ് മാത്യു സാറിനെ പോലെ ഒരു പ്രീച്ചർ നിൽക്കുന്ന ഇടത്ത് ഇവിടെ ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ലെന്ന് നല്ല ബോധ്യമുണ്ട് എനിക്ക്. I understand the pastors here, I don't really need to giving you a message. ആമേൻ. നിങ്ങളോട് പറയാണ്, എന്റെ കയ്യിൽ ഒരു ദൂതുണ്ട്. But I have a message that I want to commit to ഈ you. പകലിൽ ആ ദൂതാണ് ഞാൻ കൈമാറ്റം I'm just ചെയ്യുന്നത്. giving you that message. ശവപ്പെട്ടിയുടെ മുന്നിൽ ചെന്നിട്ടല്ല നാളെ കഴിഞ്ഞു പോയെന്ന് ചിന്തിക്കേണ്ടത്. It's not when you get into the coffin box started thinking our lives are spent in wrath. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സമയത്തിന് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ, പിന്നോട്ട് ഉരുളാൻ അറിയത്തില്ല. Always remember, our time only can roll forward, not backward. പാസ്റ്റർ ഇന്നലെ പറഞ്ഞു 192 കാർ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ ഈ ചർച്ചിലുണ്ട്. We have parking lots here that can park so many cars here. ജീസസ്. ഇതിലൊരൊറ്റ കാറിനും സ്തോത്രം, എല്ലാ കാറിനും പുറമോട്ടും മുന്നോട്ടും പോകാൻ പറ്റും. The cars can go back and forward. പക്ഷേ സമയത്തിന് മുന്നോട്ട് പോകാൻ അറിയത്തുള്ളൂ, പുറമോട്ട് The പോകാൻ time can അറിയത്തില്ല. only go forward. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പേടിയില്ലേ? പഠിക്കും. സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഊറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഊറങ്ങുന്നു. അപ്പോഴുമൻ രഥത്തിൻ്റെ ചക്രം രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ്. At night, when you sleep, you are actually resting. പക്ഷെ സമയം റെസ്റ്റ് ചെയ്യുന്നില്ല. But time is not resting. സമയത്തിന്റെ രഥം മുന്നോട്ട് ഉരുളുകയാണ്. You know, the chariot wheels of time keeps moving. ഒരിക്കലും അത് തിരിച്ചുരുളുന്നില്ല. It's not rolling back.
അയ്യോ റെജി ഉറങ്ങുകയല്ലേ 10 മിനിറ്റ് ഇവിടെ നിന്നേക്കന്നോ, അത് മുന്നോട്ട് ഉരുട്ടുകൊണ്ടിരിക്കുകയാണ്. No, time will not say, Reggie is sleeping, so let me roll back a little bit. No, it's keep moving forward. നമ്മൾ നിത്യത പ്രതീക്ഷിക്കുന്നവരാണ്. We are expecting eternity. ഇന്നും മരിച്ചാലും മോനെ, ഇന്നും മരിച്ചാലും നമ്മൾ തയ്യാറാണ്. Even if you die today, we are prepared, we are ready. ജീവനോ മരണമതോ ഏതായാലും സമ്മതം താ, അല്ലേ? ജീവനോ ഇതാ നമ്മുടെ ആഗ്രഹം. ജീവൻ വന്നാലും മരണം വന്നാലും സമ്മതമാണ്. This is our desire, whether it's life or death, we are okay, we are ready. പക്ഷേ അറിയണം, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. But remember, the time is moving forward. സമയം എന്ന രഥം മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. You know, the chariot called time is moving forward. നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. The time will never come back to you. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോണം, കർത്താവേ ദൈവത്തിന്റെ ഫേവറിന് പുറത്തുള്ള ഒരു സമയം എനിക്ക് ഉണ്ടാകല്ലേ. Let's pray, Lord, I do not want to have any time outside of the favor of God. നിങ്ങളിൽ നിന്ന് ബാറ്റൻ നിങ്ങളുടെ തലമുറയിലേക്ക് പോകുമ്പോൾ അവരുടെ ചിന്ത കൊണ്ടോ അവരുടെ ഭാഷ കൊണ്ടോ അവരുടെ ശൈലി കൊണ്ടോ ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ തലമുറയിൽ നിന്ന് വീണുപോകല്ലേ. When you pass the baton to your children, make sure that they don't fall from the favor of God. അതിനെന്താ വേണ്ടെന്നറിയാമോ? What should be done? പ്രാർത്ഥിക്കണം. Pray. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടം വരുന്നത് നിങ്ങൾ കണ്ടിട്ട് വേർത്ത് കുളിച്ച് ചാടി എഴുന്നേറ്റ് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? Do you remember when you saw a dream about some accident happening to your children, you drenched in sweat and got up and prayed? പിന്നെ ഉറങ്ങാൻ പറ്റിയില്ലേ? You couldn't sleep after that, right? അന്ന് പകലും മൊത്തം എന്തുവാന്ന് അറിയത്തില്ല, ഒരു ഭയങ്കര ഭാരം നെഞ്ചത്ത് കയറ്റി വെച്ചേക്കുന്ന പോലെ. The whole day you are feeling such a burden in your chest. ഒരു അപ്പൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. It has happened to me as a father. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് I believe every one of you has felt it. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോ, as you listen to the word today, നിങ്ങളുടെ കുഞ്ഞിന്റെ കൈയൊന്ന് ഒടിയുന്നത്, വണ്ടി ഒന്ന് തട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്ന രാത്രി ഉണ്ടല്ലോ, അതിനേക്കാൾ ഉറക്കം നഷ്ടപ്പെട്ടവരെ പോലെ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. I pray that you will feel such a pain, not like the pain that you felt when you had a dream about your child facing an accident, but as you hear this message, you should feel something much greater, something much stronger in your heart. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അലക്സ് അച്ചാനോട് പറയായിരുന്നു, മോളെ നോക്കിയിട്ട് ഞാൻ പറയായിരുന്നു, ഒരു ദിവസം കല്യാണം കഴിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ആ ഒരു കഥ പെൺമക്കളെ വളർത്തിയ അപ്പന്മാർക്ക് അറിയാം. ആമേൻ. അതുവരെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയ മോള് ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ മോൾക്ക് 19 വയസ്സേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, കർത്താവേ അന്ന് ഞാനത് എങ്ങനെയായിരിക്കും സഹിക്കുന്നത്. Just think about the moment when your children, especially your girl child, as she grow older, and the day when she gets married, she leaves your house, and think about the feeling that you have. I have a 19-year-old. I sometimes think about that day. Jesus. അങ്ങനെയുള്ള അപ്പന്മാരും അമ്മമാരും ഒക്കെ ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ അമ്മമാരെക്കാൾ കൂടുതൽ അത് ഫീൽ ചെയ്തിട്ടുള്ള അപ്പന്മാർക്കായിരിക്കും. Probably it's the fathers who feels that pain a lot more than the mothers when it comes to daughters. അവര് 4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന്. അവര് 4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. 4 days later they'll come back. പക്ഷെ ഫേവറിനകത്തുനിന്ന് നിന്റെ കുഞ്ഞ് ഇറങ്ങിപ്പോയാൽ, but if your child walks away from the favor of God, അത് നിങ്ങളുടെ അകത്തുണ്ടാകേണ്ട ആത്മഭാരമാണ്. that should be the burden that should come in your heart. പിള്ളേർക്ക് അത് മനസ്സിലാവത്തില്ല. Children don't understand it. അവർ ചിന്തിക്കുന്ന അപ്പന് സ്നേഹമില്ല, അമ്മയ്ക്ക് സ്നേഹമില്ല, ഇതിനേക്കാൾ സ്നേഹമാണ് പുറത്തുള്ളവർക്കെന്നൊക്കെ അവർ ചിന്തിക്കും. They think father don't love me, mother doesn't love me, but somebody outside loves me a lot more. ഇത് നിങ്ങളുടെ ആത്മഭാരമാണ്.